അന്നും മഴയുണ്ടായിരുന്നു. മാനം തുളച്ചു വരുന്ന പോലെ മിന്നൽ, ഇടിവെട്ട്. പുറത്ത് കാറ്റിന് ശക്തി കൂടിയപ്പോൾ മരങ്ങൾ ഒടിഞ്ഞു വീഴുന്ന ശബ്ദം. വാതിലുകൾ ഭീകര കടവാതിലുകളുടെ ചിറകടിയൊച്ച പോലെ പേടിപ്പെടുത്താൻ തുടങ്ങിയപ്പോൾ ഞാൻ വടിയിൽ ഊതിപ്പിടിച്ച് നടന്ന് പണിപ്പെട്ട് വാതിലുകൾ അടച്ചു. അപ്പോൾ കരിമ്പാറക്കൂട്ടങ്ങൾ ഇടിഞ്ഞു തകരുന്ന ശബ്ദം. ഞാൻ ദേവിയുടെ അടുത്തേക്ക് നടന്നു. കഴിഞ്ഞ 2 വർഷങ്ങളായി ഇടതുഭാഗം തളർന്നു അവൾ അങ്ങനെ തന്നെയാണ് ഉറങ്ങുന്നത്. സംസാരശേഷി നഷ്ടപ്പെട്ടിട്ട് 2 വർഷമേ ആയിട്ടുള്ളൂ. അമ്മ സംസാരിച്ചു തുടങ്ങിയോ എന്ന് ഗൾഫിലുള്ള മക്കൾ, എഞ്ചിനീയർമാരായ മക്കൾ ഇടയ്ക്കിടെ വിളിച്ചു ചോദിക്കാറുണ്ട്. പെട്ടെന്നാണ് ചുവരുകൾ ഇടിഞ്ഞു വീഴാൻ തുടങ്ങിയത്. അതിനു പിറകെ ശബ്ദങ്ങളുടെ ഘോഷയാത്ര. മലവെള്ളം പോലെ ഇരച്ചു വന്ന ഇരുട്ടിൽ എന്റെ ശബ്ദഘോഷങ്ങൾ ആടിയുലർന്നു. ഇപ്പോൾ വെളിച്ചം തിരിച്ചറിഞ്ഞപ്പോൾ ഞാൻ മുറ്റത്ത് കിടക്കുകയാണ് കട്ടിലിൽ. തൊട്ടപ്പുറത്ത് ദേവിയെ ആരോ കിടത്തിയിരിക്കുന്നു. അവളെ പുതപ്പുകൊണ്ട് പുതപ്പിച്ചിട്ടുണ്ട്. വൈകുന്നേരം മഴയൊന്ന് ശമിച്ചപ്പോൾ ആരൊക്കെയോ വന്ന് അവളെ വെള്ളത്തുണി കൊണ്ട് പുതപ്പിച്ചു. ഈ മഴയത്ത് അവർ അവളെ എവിടേക്കാണ് എടുത്തുകൊണ്ടുപോകുന്നത്? ആളുകൾ പിന്നെയും വന്നുകൊണ്ടിരുന്നു. ദേവിയെപ്പോലെ എന്റെ ശരീരവും അനക്കാനാവുന്നില്ല. ആശുപത്രിയാണെന്ന് തോന്നുന്നു. ആളുകൾ വന്നും പോയിക്കൊണ്ടിരിക്കുന്നു. ഈ കിടപ്പ്, ശരീരം അനക്കാനാവാത്ത ഈ കിടപ്പ്, ഞാൻ എത്ര നാളിങ്ങനെ കിടക്കും? ആരെങ്കിലും ഒന്ന് എന്റെ മക്കൾക്ക് ലീവ് കിട്ടുന്നതിന് മുൻപ് ഒരു വെള്ളത്തുണി കൊണ്ട് പുതപ്പിച്ചിരുന്നെങ്കിൽ